എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ഒരാളുടെ സങ്കടം കേട്ട് അത് ജെന്യൂനാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അത് ഇറങ്ങും. ഒരിക്കലും ഗുണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ അത് സമ്മതിക്കില്ല. അത്ര ലോക്കലല്ല ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. എനിക്ക് അങ്ങനെ കൂട്ടുകാരൊന്നുമില്ല. കാരണം നമുക്ക് വേണ്ടിയിട്ട് ആരും ചോദിക്കാൻ പറ്റില്ല. നമുക്ക് പോയാൽ നമുക്ക് മാത്രമേ പോകുള്ളൂ. ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ ഈ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ആരാധനയോടെ നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് തമ്മൻ ഷാജി, വെട്ടി സുരേഷൊക്കെ. ഇപ്പൊ നമ്മളെ കൊല്ലാൻ വേണ്ടി ഒരാൾ വരുന്നു, നമ്മളവിടെ ജീവൻ രക്ഷിക്കാനല്ലോ. അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയെല്ലാം ചിന്തിക്കുള്ളൂ. മറ്റുള്ള ആൾക്കാരെ ഒരുപാട് വിഷയങ്ങളുണ്ടാവും. അതൊന്നും ഞാൻ പോയി പരിഹരിക്കാനായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ നീതിപീഠമൊന്നുമല്ലല്ലോ. കാട്ടില് രാജാവില്ലെങ്കിൽ പല നീലക്കുറക്കന്മാരും കിടന്നിങ്ങനെ ഓരിയിട്ടുകൊണ്ടിരിക്കും. അത് രാജാവ് അന്നവരേ ഉള്ളൂ. മോൻ +2 പഠിക്കണം, മോള് 6 വയസ്സായുള്ളൂ. ഇപ്പൊ സ്കൂളിൽ ചേർത്ത്. ഈ രണ്ടുപേരാണ് എൻ്റെ ലോകം. ഫാമിലി അല്ലേ, അത് നമ്മൾ ടച്ച് ചെയ്യുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ട്. നമുക്കൊരു സിറ്റുവേഷൻ വന്ന് നമ്മളെടുക്കുന്ന തീരുമാനമാണ്. അത് നമ്മൾ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. സ്വന്തമായിട്ട് ഒരാളോട് അഭിപ്രായം ചോദിക്കണ്ട. ആരുടെ അഭിപ്രായം ചോദിച്ചോ, 100 പേരോട് ചോദിച്ചു, പക്ഷെ തീരുമാനം എപ്പോഴും നമ്മുടെ ആയിരിക്കണം. കുറ്റബോധമൊന്നുമില്ല. ഞാൻ മനസ്സമ്മതത്തോടെ കിടന്നു പോകുന്ന ആളാണ്. ഞാൻ സാധാരണ വീട്ടിൽ ജനിച്ച ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഫീൽഡിലൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഓട്ടോ ഒക്കെ ഓടിച്ച് ചിലപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ കൂടെ വർക്ക്ഷോപ്പ് നടത്തി, അല്ലെങ്കിൽ വല്ല വിസയൊക്കെ എടുത്ത് വല്ല ദുബായി പോയി വല്ല ജോലിയൊക്കെ ചെയ്തു. അല്ലാണ്ട് അത് വലിയ ഡോക്ടർ എഞ്ചിനീയർ അങ്ങനെയുള്ള ആളൊന്നുമല്ല. ഞാൻ സാധാ ചിന്താഗതിയുള്ളൊരു മനുഷ്യനാണ്. കുപ്രസിദ്ധ ഗുണ്ട മരട് അനീഷ് എന്നാണ് മാധ്യമങ്ങളൊക്കെ അങ്ങേ വിശേഷിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ മരട് അനീഷിനോട് ആരാണ് യഥാർത്ഥത്തിൽ അങ്ങെന്ന് ചോദിച്ചാൽ എന്ത് പറയും? എല്ലാവരും സാധാരണക്കാരല്ലേ, ഞാനും സാധാരണക്കാരനാണ്. പിന്നെ നമ്മുടെ വിധിയാണ് ഓരോരുത്തരെ ഓരോ രീതിയിലേക്ക് ആക്കണം. വിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ തീരുമാനങ്ങളാണ്. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം, അതിനെ ബേസ് ചെയ്തല്ലേ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോണേ. അപ്പോ ഏതോ സമയത്ത് എന്റെ തീരുമാനങ്ങളാണ് എന്നെ ഇവിടത്തോളം എത്തിച്ചത്. പിന്നെ അതിൽ സങ്കടം ഉണ്ടെന്ന് വെച്ചാൽ കുറെ കാര്യങ്ങൾ സങ്കടമുണ്ട്, പക്ഷെ ഞാൻ ഹാപ്പിയാണ്. കാരണം ഇപ്പോ എന്തായിക്കോട്ടെ, ദൈവം എന്നൊരാളുണ്ട്. ഇപ്പൊ ഞാൻ എങ്ങനെ ആയിക്കോട്ടെ ഇവിടത്തോളം എത്തി, പക്ഷെ എന്നെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സമ്മതത്തോടെ കിടന്നു തുടങ്ങാനുള്ളൊരു സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓക്കെയാണ്. ഇപ്പോൾ ഗുണ്ടയാണ് എന്ന് വെച്ചാൽ ഇല്ല എന്നെനിക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം എൻ്റെ പേരിൽ ഇത്തരം കേസുകളും കാര്യങ്ങളും. പക്ഷെ അത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എന്നെ സ്നേഹിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ, അവർക്കൊരു വിഷയം വന്നാൽ അത് എൻ്റെ വിഷയമായിട്ട് ഞാൻ പോയി പ്രതികരിക്കുന്ന ഒരാളാണ്. അതിൽ ഇപ്പോൾ കേസാവുന്ന അല്ലെങ്കിൽ വിഷയങ്ങളാവുന്ന ചിന്തിക്കുന്ന ഒരാളല്ലേ. എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ഒരാളുടെ സങ്കടം കേട്ട് അത് ജെന്യൂനാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അത് ഇറങ്ങും. അതിലെല്ലാ കാര്യം ഞാൻ ഇടപെടാറുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ഗുണ്ടാപ്പട്ടം കിട്ടിക്കഴിഞ്ഞാൽ അത് ആരും വേണം അങ്ങനെ വിളിച്ചോട്ടെ, എനിക്കതിൽ വിഷയമൊന്നുമില്ല. പക്ഷെ ഈ പട്ടം ചാർത്തി കിട്ടിയാലും ഞാൻ കാരണം ഒരാൾക്കെങ്കിലും ഒരു സന്തോഷം കിട്ടണമെങ്കിൽ എനിക്കത് മതി. ആ സന്തോഷം, അങ്ങനത്തെ സന്തോഷമുള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങണം. അപ്പോൾ അതിന് ഇങ്ങനത്തെ ഒരു പട്ടം അതിൽ ഹാപ്പിയാണ്. ആ പട്ടത്തിൽ ഹാപ്പി അല്ല, ആ ഒരു പദത്തിൽ ഹാപ്പി അല്ല. പക്ഷെ അങ്ങനെ എന്നെ വിളിക്കണോണ്ട് എന്നെ ഒരു ഇതിൽ എന്നെ ബാധിക്കണം. എന്റെ കാര്യങ്ങളില എന്റെ വിഷയങ്ങളൊന്നും അത് ബാധിക്കാത്തത് കൊണ്ട് എനിക്കതിനോട് വലിയ ഒന്നും എനിക്ക് പറയാനില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഗുണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചട്ടമ്പിയാണ്. കവലച്ചട്ടമ്പി എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ ഞാൻ പെടുത്തുള്ളൂ. ആ ഒരു കാറ്റഗറിയിലേക്കല്ല ഞാൻ. എന്നെ നിങ്ങളൊരു ഗ്യാങ്സ്റ്റർ എന്ന് വിളിച്ചു, എന്നാലും ഞാനത് സമ്മതിക്കും. പക്ഷെ ഒരിക്കലും ഗുണ്ട എന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിക്കില്ല. കാരണം അത്ര ലോക്കലല്ല ഞാൻ. ഇപ്പൊ ഇവിടെയുള്ള പത്രക്കാർ പറഞ്ഞ പോലെ ഗുണ്ടാ നേതാവിന്റെ അത് എങ്ങനെ, എന്ത് ഗുണ്ടാ നേതാവാണ് നമ്മുടെ നാട്ടിലുള്ളത്? എന്ത് ഗുണ്ടായിസോണി ഈ നാട്ടിൽ ഗുണ്ടകൾ കാണിക്കണേ? ആയിക്കൂടി എന്താ ഉള്ളത്? കുറെ മസാജ് സെന്റർ പോയി ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങുക, കുറെ MDMA കച്ചവടം ചെയ്യുക, കഞ്ചാവ് വിൽക്കുക. ഇല്ലാണ്ട് ഇവിടെയുള്ള ഏത് ഗുണ്ടാ നേതാവാണ് ഇവിടെ വിഷയം ഉണ്ടായത്? ഗുണ്ടകളും കള്ളന്മാരും പിടിച്ചോറിക്കാരും പെൺകൂടി കൊടുക്കണന്മാരെ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളില്ലേ? പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. എന്റെ ചെറുപ്പത്തിൽ ഓരോരോ സ്റ്റെപ്പായിരുന്നു, ഓരോ കാറ്റഗറി ആയിരുന്നു. ഇപ്പൊ എല്ലാവരും ഒറ്റ ഇതാണ്, ഏത് ഗുണ്ടകള്. അപ്പൊ നമ്മൾ കേരളത്തിൽ ആ ഗുണ്ട എന്ന പദം തന്നെ മൊത്തത്തിൽ ചീഞ്ഞു നാറിയ തക്കാളി പോലെ ആയില്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഗുണ്ട നമ്മൾ പണ്ടാക്കി എന്താ പറയുക, ഗുണ്ട എന്ന് പറഞ്ഞാൽ എന്തിനാ? ആൾക്കാരെ വെട്ടാനും കൊത്താനും ഒരു പേടിപ്പെടുത്തുന്ന ഒരു ആള്. ആ ആളെ നമ്മളെങ്ങനെയാണ് പെണ്ണുകൂട്ടി കൊടുക്കുന്നിടത്തിനായിട്ട് കാണണേ? പെണ്ണുകൂട്ടി കൊടുക്കണ പിമ്പാണ്, കൂട്ടിക്കൊടുപ്പാര്. അവനെ പോയിട്ട് ഗുണ്ടെന്ന് വിളിക്കുമ്പോ അപ്പൊ അങ്ങനത്തെ ഒരു പദം നിങ്ങൾ എനിക്ക് ചേർത്ത് തരണല്ലേ? ഞാൻ ആ ടൈപ്പല്ല. ഇപ്പൊ ഈ ഗുണ്ട ഗാങ്സ്റ്റർ, ഈ ഗുണ്ടയിൽ നിന്നും ഗാങ്സ്റ്ററിനെ വ്യത്യസ്തമാക്കുന്നുണ്ടാ?
നിങ്ങൾ സ്വന്തമായിട്ട് നിന്റെ ഇപ്പൊ താങ്കളുടെ വീട്ടിലെ പെങ്ങളുടെ ആരെയും കല്യാണം താങ്കളുടെ കുടുംബം നടത്തുന്നു. അതിന് പകരം നിങ്ങളൊരു ഈവന്റിനെ ഏൽപ്പിക്കുന്നു. ആ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ? അതായത് എല്ലാം നോക്കി നടക്കുന്നത്, അതായത് നീതിമാനായിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ ആണ് അങ്ങെന്ന് പറയും. അങ്ങനെ നീതി ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു അഡ്വക്കേറ്റിനോട് നിങ്ങൾ നീതിമാനായ ഒരു അഡ്വക്കേറ്റ് ആണെന്ന് വെച്ചാൽ പറയാൻ പറ്റുമോ? കള്ളം പറയാത്ത ഒരു അഡ്വക്കേറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? എത്ര പ്രസിദ്ധനായിക്കോട്ടെ. അപ്പൊ നീതിമാൻ എന്നുള്ള ഒരു ഇതില്ല. നമ്മൾ സമീപിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ മനസാക്ഷിക്ക് അനുസരിച്ച് ചെയ്യുമ്പോൾ അത് നമുക്കും നമ്മുടെ അടുത്ത് വന്ന ആൾക്കാർക്കും പറ്റുന്ന രീതിയിലാണ്. അവിടെ നമ്മുടെ മനസാക്ഷിക്ക് ഉതകുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് എല്ലാ കാര്യവും ഇപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നീതി തേടി ഇവിടെ എന്തോരം ജനങ്ങൾ നടക്കണം. എല്ലാരും കൂടി എന്റെ അടുത്തേക്ക് വന്നാൽ എനിക്ക് എല്ലാവർക്കും നീതി കൊടുക്കാൻ പറ്റും? അപ്പൊ നമ്മൾ നീതി എന്നുള്ള സംഭവമല്ല, നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിൽ നമ്മുടെ മനസാക്ഷിക്ക് അനുസരിച്ച് നമ്മൾ ഇപ്പൊ നിങ്ങൾ എന്നൊരു ഒരു കാര്യം ചോദിച്ചു വരുമ്പോൾ അതിൽ ജെന്യൂൻ ആണോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത്. അതും പോലീസ് ഇവിടെ ഉണ്ട്, പോലീസ് പവർഫുൾ ആണ്, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊന്നുമില്ല. അപ്പോ പിന്നെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോ നമ്മളെ കൊണ്ട് വിഷയങ്ങളില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇതിലേക്ക് ഈ അതായത് ഇപ്പൊ അങ്ങ് 2000 മുതൽ തന്നെ ഈ ഒരു രീതിയിൽ അറിയപ്പെടുന്നുണ്ട്, മരട് അനീഷ് എന്നുള്ള രീതിയിൽ, വലിയ രീതിയിൽ തന്നെ. ഇപ്പൊ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇതിലേക്ക് കടന്നു വരുന്നത്? ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മ വീട്ടുകാരായിട്ടാണ് കൂടുതൽ ബന്ധം. അപ്പോൾ ഞാൻ തറവാട്ടിൽ നിന്നാണ് വളർന്നത്. അപ്പോൾ എൻ്റെ അമ്മൂമ്മയും എൻ്റെ അപ്പൂപ്പനാണ് എന്നെ നോക്കണത്. അപ്പോൾ എനിക്ക് പിന്നെ കൂട്ടുകാരൊന്നുമില്ല. പക്ഷെ എനിക്ക് എല്ലാ കൂട്ടുകാരും എല്ലാവരും എനിക്ക് ആത്മാർത്ഥത കൂടി കൊണ്ടാണ്, സ്നേഹം കൂടി കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് കൂടാൻ ആൾക്കാരെ കിട്ടാത്തതുകൊണ്ട് കിട്ടുന്ന ആൾക്കാരോട് നമ്മൾ കൂടുതൽ അടുക്കണതുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു വിഷമം കണ്ടാൽ നമ്മളത് നമ്മുടെ വിഷമോട്ട് എടുക്കും. അങ്ങനെ ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിച്ചു കുറച്ച് വിഷയങ്ങളൊക്കെ ആയി. അപ്പം ഞങ്ങളുടെ അവിടെ ഏരിയയിൽ കുറെ ഇതേപോലെ നടക്കുന്ന കുറെ ഗുണ്ടകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാളുടെ അനിയനായിട്ട് ചെറിയൊരു വിഷയമൊക്കെ ഉണ്ടായി. അങ്ങനെ കാരണം എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ, അപ്പൂപ്പൻ പ്രായമായതാണ്. അപ്പോൾ എനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഒന്നുമില്ല. പിന്നെ അപ്പൻ ഇടപെടണം. നമ്മളതൊന്നും വീട്ടിൽ പോയി പറയൂല, അമ്മയുടെ അപ്പനോടും നമ്മളിത് പറയൂലല്ലോ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളപ്പോൾ പാക്ക് ചെയ്യൂലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളും, കാരണം അത്രയും ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇത് ശാരീരിക ഉപദ്രവമൊന്നുമില്ല, പക്ഷെ മാനസികമായിട്ട് നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാറില്ല. അപ്പോൾ നമുക്ക് വന്ന ഒരു സങ്കടം, ഇത് ആരോടും പറയാനുമില്ല, നമുക്ക് വേണ്ടി ചോദിക്കാൻ ആരില്ല. അപ്പൊ ആ ഒരു ചെറിയ മനസ്സിൽ വന്ന ഒരു വാശി ഉണ്ടാവുമല്ലോ, ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. എനിക്ക് മനസ്സിലായി. അത് അന്ന് നേരിട്ട ആ ഒരു വിഷമങ്ങൾ കുറിച്ചാണ് പറയുന്നത്. അത് കുറച്ചും കൂടി അത് സ്പെസിഫൈ ചെയ്യാൻ പറ്റും? എന്തൊക്കെയായിരുന്നു? ഇപ്പം ശാരീരിക ബുദ്ധിമുട്ടല്ല, മാനസികമായിട്ടാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ അന്ന് എനിക്കൊരു എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ വഴിയിൽ വെച്ച് കാണേ, നടന്നു പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇവർ കൂട്ടമായിട്ട് തന്നെ. ആ സുഹൃത്തിന്റെ മുമ്പിൽ വെച്ച്, അത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, അവരെ മുമ്പിൽ വെച്ചിട്ട് അവിടെ പിടിച്ചു നിർത്തി നമ്മളെ വളരെ മോശമായിട്ട് അസഭ്യം പറയുക എന്നൊക്കെ അവരുടെ മുമ്പിൽ പറയുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. കാരണം അത്രയും പേരുണ്ട്, പ്രതികരിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് വന്ന സങ്കടമുണ്ട്. ഇത് എന്തിനാ ദൈവം നമ്മളിങ്ങനെ ജീവിക്കണം? നമുക്ക് എല്ലാവർക്കും ചോദിക്കാൻ പറയുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നമുക്കൊന്നും ഇത് തന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എനിക്ക് ചോദിക്കാൻ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ എന്നെ ഇതേപോലെ വഴി തടഞ്ഞെടുത്ത് ഇങ്ങനെ അപമാനിക്കുമോ? അപ്പോൾ നമ്മൾ ഓരോ ദിവസം നമുക്ക് വീട്ടിൽ വന്ന് സങ്കടം പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ സങ്കടം നമ്മൾ ഇങ്ങനെ കരഞ്ഞു തീർക്കാനല്ലേ പറ്റുള്ളൂ. ഈ കരയുടെ ഒരു പരിമിതി ഇല്ലേ? ഈ കരഞ്ഞ് ലാസ്റ്റ് അതൊരു വാശിയായിട്ട് വരും. അപ്പൊ നമുക്ക് എന്താ ചിന്തിക്കണേ? ഇതിലെങ്ങാണ്ട് നല്ലത് മരിച്ചാൽ മതി, ഇങ്ങനെ നാണം കെട്ടി ജീവിക്കാൻ പറ്റുമോ? നമ്മൾ അങ്ങനെയാണ് പ്രതികരിക്കണേ. പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കണം. അല്ലാണ്ട് നമുക്ക് അന്ന് സ്വപ്നത്തിൽ പോലും ഇല്ല ഇങ്ങനെയൊക്കെ ആവണമെന്നൊന്നും ആരെങ്കിലും ചിന്തിക്കും അന്നത്തെ കാലത്ത്. കാരണം നാട്ടിൽ പേടിപ്പെടുത്തുന്ന ഒരാളായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അന്നത്തെ കാലത്ത്. നമ്മൾ ജീവിക്കാൻ വേണ്ടി എനിക്ക് പുറത്തിറങ്ങി എൻ്റെ സുഹൃത്തുക്കളുടെ ഒപ്പം എനിക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ എനിക്ക് കളിക്കാൻ പോകണം. ഇതൊക്കെ എനിക്ക് സ്വതന്ത്രമായിട്ട് നടക്കണം. ഇതിനെല്ലാം എനിക്ക് ബുദ്ധിമുട്ടായി വന്നപ്പോഴാണ് ഞാൻ ഇത് പ്രതികരിക്കാൻ തുടങ്ങിയത്. പ്രതികരിക്കുമ്പോഴും നമ്മളെ സങ്കടത്തിലാണ് നമ്മൾ പ്രതികരിക്കണം, അല്ലാണ്ട് നമ്മളവരെ ഇതൊന്നുമല്ല. അപ്പോൾ പ്രതികരിച്ചപ്പോ എന്തായാലും അളവണ്ണം അവിടെ കൂടുമ്പോ നമ്മൾ ഒറ്റയ്ക്കല്ലേ. അപ്പൊ അങ്ങാടും ഇങ്ങാടുള്ള വിഷയങ്ങളിൽ തീവ്രത കൂടി വന്ന് ലാസ്റ്റ് നാട്ടുകാരുടെ മുമ്പിൽ അവരെ പോലത്തെ ഒരാൾ ഞാനുമായി. സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ സങ്കടം കൊണ്ടും നമ്മുടെ നിവൃത്തിയോടുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കണേ. പക്ഷെ പബ്ലിക്കിൽ വന്നപ്പോ എന്തായി?
ഞാൻ അവിടുത്തെ ഒരു പുതിയതായിട്ട് ഉദിച്ചു വന്ന ഒരു അതായത് വേദനയിൽ നിന്ന് ഉണ്ടായ വാശി, ആ വാശിയിൽ അങ്ങ് പ്രതികരിക്കാൻ തുടങ്ങി. അതെ, കാരണം നമുക്ക് വേണ്ടിയിട്ട് ആരും ചോദിക്കാൻ പറ്റില്ല. നമുക്ക് പോയാൽ നമുക്ക് മാത്രമേ പോവുള്ളൂ. വീട്ടിലിരുന്ന് സങ്കടപ്പെടാൻ അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ അങ്ങനെ ജീവിച്ചിട്ട് എന്തിനാ? ഇത് ജാതിപരമായിട്ടുള്ള അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണോ? ഒന്നുമില്ല, ഞാനൊരു ക്രിസ്ത്യനാണ്. അങ്ങനത്തെ ഒരു വിഷയങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഏരിയയിൽ കുറെ ഗുണ്ട സംഘങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഗ്യാങ്ങിൽപ്പെട്ട ആൾക്കാരായിട്ട് വിഷയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ എല്ലാം കൂടി പ്രതികരിക്കുമല്ലോ. പക്ഷെ എല്ലാവരും ആലോചിക്കുന്നോടുന്ന് ഞാനൊരു 15-16 വയസ്സുള്ള ഒരു പയ്യനായിരുന്നു. ഈ മഴ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പഞ്ചായത്തായിരുന്നു. ഇവിടുത്തെ എല്ലാവരും മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പബ്ലിക്കായിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകണ. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും ഉണ്ടായിട്ടില്ല, നാട്ടുകാരും ഉണ്ടായിട്ടില്ല, ഒരാളും ഉണ്ടായിട്ടില്ല. ഇപ്പോ എന്നെ പറ്റി നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും കേൾക്കണ എനിക്ക് സന്തോഷം നാട്ടുകാർ. കാരണം ആ നാട്ടിലാണ് ഞാൻ വളർന്നു വന്നത്. അപ്പൊ അവിടുത്തെ ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷം, അത്രേ ഉള്ളൂ. ഈ ഭായി നസീറുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നു? ഭായി ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു ഒരു സമയത്ത്. കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ വെട്ടിൽ സുരേഷ്, തമ്മൻ ഷാജി, ഭായ് നസീർ, സിറ്റിയിൽ രണ്ടുപേരായിരുന്നു, തമ്മൻ ഷാജിയും വെട്ടിൽ സുരേഷും. നെറ്റൂര് കേന്ദ്രീകരിച്ചായിരുന്നു ഭായ് നസീർ, പാർട്ടി ലെവലിലൊക്കെ. അപ്പോൾ അന്ന് നമ്മൾ തുടക്കക്കാരല്ലേ, അപ്പോൾ നമ്മൾ ഇവരായിട്ട് കമ്പനിയായി. നല്ല നല്ല ബന്ധമായിരുന്നു. ആദ്യകാലത്ത് വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ആ ഗ്യാങ്ങിലായിരുന്നു ഭായ് നസീർ. ആ ഗ്യാങ്ങിൽ എന്ന് പറഞ്ഞാൽ ഞാൻ സുരേഷ് ഏട്ടനായിട്ട് നല്ല ബന്ധമായിരുന്നു. സുരേഷ് ഏട്ടനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കേസുണ്ട്. ഞാനും ഭായ് നസീറും തമ്മിൽ ഞങ്ങൾ ഒരുമിച്ച് കേസൊന്നുമില്ല. പക്ഷെ ഞാനും സുരേഷ് ഏട്ടനും തമ്മിൽ ഒരുമിച്ച് കേസുണ്ട്. ഷാജിക്ക് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ രണ്ട് ഗ്യാങ്ങിലായതുകൊണ്ട് നമുക്ക് കേട്ടറിവും ഇതൊക്കെ ഉള്ളൂ. കാരണം നമ്മൾ സുരേഷ് ഏട്ടനെയും ഇതൊക്കെ ആയതുകൊണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഈ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ആരാധനയോടെ നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് തമ്മൻ ഷാജിയും വെട്ടിൽ സുരേഷൊക്കെ. കാരണം സുരേഷ് ഏട്ടൻ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ബുള്ളറ്റിന് പോകും പുള്ളി. അപ്പോൾ പുള്ളി നല്ല സേഫ് അല്ലേ കാണാൻ, ഈ കലാമണിയുടെ പോലത്തെ ഒരു ഇതാണ്. അപ്പം ഞാൻ എൻ്റെ ആൻറ്റിമാരെ അല്ലെങ്കിൽ കൂടെയുള്ള കൂട്ടുകാരെ കാണിക്കും, ദീദി നോക്കി എന്ത് ഭംഗിയാണ് ചേട്ടനെ പോണ കാണാൻ. അപ്പോൾ ഷാജിക്കിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ കേരളത്തിലൊരു ഗോഡ് ഫാദറാണ് എല്ലാവരും പുള്ളി. കാരണം ധൈര്യമുണ്ട് പുള്ളിക്ക്. പക്ഷെ പുള്ളിയുടെ പെരുമാറ്റവും ബുദ്ധിയും, കാരണം ആകെ കൂടി പുള്ളി വളരെ ചെറിയൊരു മനുഷ്യനല്ലേ. പക്ഷെ ആ ഒരു വ്യക്തി ഇത്രയും അന്നത്തെ കാലത്ത് കേരളത്തിൽ ഏത് ജയിലിൽ പോയാലും കേരളത്തിന് പുറത്തു പോയാലും എറണാകുളം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് തമ്മൻ ഷാജിന്ന് അറിയുമെന്നാണ്. അപ്പൊ നമ്മളെ കന്ന് ഓർത്തിട്ടുണ്ട് എന്നെങ്കിലും ഇതേപോലെയൊക്കെ ആകാൻ പറ്റുമോ. കാരണം ഞാൻ ഒരിക്കലും എന്നെ സ്റ്റേഷനിൽ ഒരു കേസിന് പിടിച്ചിട്ട് നല്ല ഇടിച്ചെന്ന. അപ്പൊ ലോക്കപ്പിൽ കിടക്കണേ. അപ്പൊ നൈറ്റ് പെട്രോളിങ് കഴിഞ്ഞിട്ട് 2 മണിയൊക്കെ ആയപ്പോൾ ഒരു ASI എന്തോ അയാൾ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് എന്നെ ഉപദേശിക്കണേ, നിസ്സാര പ്രായമല്ലേ ഉള്ളൂ, കൂമ്പ് വാടിപ്പോവും, മര്യാദക്ക് പോയി ജീവിക്ക് എന്നൊക്കെ പറയാൻ. അപ്പോൾ ഞാൻ എൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞു കൊടുക്കണം. പുള്ളിക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ പുള്ളി എന്നെ രണ്ടാമത് തന്നെ പറഞ്ഞു, എടാ ഒന്നല്ലെങ്കിൽ ഇതൊക്കെ നിർത്തിപ്പോ, ഇല്ലെങ്കിൽ ഇതേ തമ്മൻ ഷാജിനൊക്കെ പോലെ ആക് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അവിടെ കിടന്ന് ആലോചിക്കണം എനിക്ക് എന്തെങ്കിലുമൊക്കെ തമ്മൻ ഷാജിനെ പോലെ ആകാൻ പറ്റും. കാരണം അത്രയും വലിയൊരു മനുഷ്യൻ. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചൊരു സാധാരണക്കാരനൊരു പയ്യനാണ് ഞാൻ. ദൈവം ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നേ ഉള്ളൂ. അതായത് ആ സമയത്ത് ഇതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും വിട്ടുപോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. തുടക്കകാലത്ത് നമ്മളെപ്പറ്റി ഇങ്ങനെ ആൾക്കാർ പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ ആൾക്കാരും, കാരണം എൻ്റെ കുടുംബത്തിലൊക്കെ പറഞ്ഞാൽ അപ്പൻ്റെ ആണെങ്കിലും അമ്മയുടെ കുടുംബത്തിൽ ഞാൻ എന്നൊരു വ്യക്തിനെ ഇങ്ങനെ തോന്നുള്ളൂ, വേറെ ഒരു ഇങ്ങനത്തെ സംഭവം കേട്ടിട്ടും കൂടി ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവൂലേ. പിന്നെ അപ്പോഴും പിന്നെയുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയി വരുമ്പോൾ അവർക്കും തോന്നൂലേ ഇവനെ ഞങ്ങൾ കെട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മോൻ ആരെങ്കിലും കൊല്ലും, എന്നാ പിന്നെ ജീവനോടെങ്കിലും ഇരിക്കട്ടെ, നീ എങ്ങാടെയും പോയി രക്ഷപ്പെടും എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് എന്നെ പറഞ്ഞു വിടുന്നത്. അങ്ങനെ ഞാൻ അങ്കമാലി പോയി, തൃശ്ശൂർ പോയി, തമിഴ്നാട് പോയി. പിന്നെ എനിക്ക് മൊത്തം കണക്ഷൻ തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഗോവ അങ്ങനെയായി എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ എനിക്ക് അവിടെയുള്ള ആൾക്കാരെ പരിചയമായി. അപ്പോൾ എനിക്ക് 2004 എനിക്ക് ആ കണക്ഷൻ കിട്ടി. അപ്പോൾ എനിക്ക് തിരിച്ച് കേരളത്തിലേക്ക് വരേണ്ട ആവശ്യം എനിക്കില്ല. കാരണം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ, ഇവിടെ വന്നിട്ട് ഒരു പണം ഉണ്ടാക്കാൻ പറ്റില്ല, ഒന്നുമില്ല. പിന്നെ എനിക്ക് ആവശ്യത്തിൽ പേരുണ്ട്. പിന്നെ ഞാൻ കേരളത്തിൽ വന്നിട്ട് രണ്ടാമത് വിഷയം ഉണ്ടാക്കി പേരുണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഏറ്റവും ആദ്യം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസ് അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരുന്നത് എപ്പോഴാണ്? പഴയ കേസുകൾ, എനിക്ക് ഒരുപാട് കേസുകളുണ്ട്. പഴയ കേസുകളെ പറ്റി എനിക്ക് അത്ര ഓർമ്മയൊന്നുമില്ല. പിന്നെ ഫസ്റ്റ് കേസ് ഞാൻ കയറുമ്പോൾ എനിക്ക് 21 കേസുണ്ട്. ഫസ്റ്റ് ഞാൻ ജയിലിൽ കയറുമ്പോൾ ഞാൻ 4 ദിവസം ജയിലിലാണ് കിടന്നത്. ഞാൻ 96 ദിവസം കിടന്നു.
അന്ന് എനിക്ക് മർഡർ കേസ് അടക്കാൻ എനിക്ക് 21 കേസുണ്ട്. അങ്ങനെ 96 ദിവസം ഞാൻ കിടന്നിട്ടാണ് ഇറങ്ങണത്. അതിൽ എല്ലാ കേസുകളും ഉണ്ട്. മർഡർ അടക്കം. അതെ. ഇപ്പം എന്താ ചെയ്യുന്നത്? ഇപ്പം എനിക്ക് ബിസിനസ്സാണ്. അതായത് എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏത് ബിസിനസ് ചെയ്താലും 2 രൂപ കൊടുത്താൽ 1 രൂപ കിട്ടുമെങ്കിൽ ഞാൻ ആ ബിസിനസ് ചെയ്യും. അത് മറ്റേ എൻ്റെ മനസാക്ഷി അനുസരിച്ച ബിസിനസ്സുകൾ, അല്ലാണ്ട് മറ്റുള്ള ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ ഇത് കേൾക്കുന്ന ആൾ നിങ്ങൾക്ക് ചോദിക്കാം അങ്ങനെയാണെങ്കിൽ ഡ്രഗും ചെയ്യണ്ട എന്ന് ചോദിക്കാം. എൻ്റെ ആവശ്യം എനിക്കില്ല, കാരണം എൻ്റെ പൈസ ഉണ്ട്. അപ്പോൾ എനിക്ക് പൈസ ഉണ്ടാക്കാൻ തോരെയുള്ളവന്മാരല്ലേ ഇങ്ങനെയുള്ള പരിപാടി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എൻ്റെ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ ബിസിനസ് ചെയ്യാം, അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ ഡ്രഗ് സ്മഗ്ലിങ്ങിന്റെ, സ്പിരിറ്റ് സ്മഗ്ലിങ്ങിന്റെ പേരിൽ അങ്ങ് ജയിലിലായെന്നാണ് ഞാൻ അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതെന്തായിരുന്നു ആ കേസ്? ഞാൻ സ്പിരിറ്റിന്റെ പരിപാടി ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ കുറേ കൊല്ലം ഞാൻ ചെയ്തതാണ്. അതിനെനിക്കൊരു കുറേ കേസുകളും ഉണ്ട്. മിക്ക കേസും എന്നെ തീർന്ന കേസുകളാണ്. 2010 കഴിഞ്ഞിട്ട് പിന്നെ ആ പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാനൊരു 5 കൊല്ലം അകത്തായിരുന്നു. അത് 5 കൊല്ലം ഒരു മർഡർ കേസിൽ. അത് കഴിഞ്ഞ് ഇറങ്ങി വന്നു. അത് 2018 ഇറങ്ങണം. പിന്നെ ഇത്ര വർഷമല്ല ഉള്ളൂ. ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് കാപ്പടിച്ച് ഞാൻ വീണ്ടും ഒരു 6 മാസം അകത്ത് കിടന്നു ഈ അടുത്ത്. അങ്ങനെ ഇത് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ നിന്ന് ഉണ്ടാകുന്ന ചോദ്യമായിരിക്കും. അതായത് ഒരു ഗുണ്ടയൊക്കെ ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് പേടി ഉണ്ടാവില്ലേ? അതായത് ഭയം, പേടി, പോലീസിനെ, നീതിപീഠത്തെ, ഇതൊന്നും യഥാർത്ഥത്തിൽ അങ്ങേക്കില്ലേ? പേടിക്കാറുണ്ടോ? ഏത് മനുഷ്യനും പേടി വേണം എന്ന് പറഞ്ഞ ആളെയാണ്. എന്തിനെ കുറിച്ചും പേടി വേണം, എന്നാലേ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചത് പോലീസിനെ പേടിയുണ്ടോ, ഗുണ്ടകളെ പേടിയുണ്ടോ, നീതിപീഠത്തിനെ പേടിയുണ്ടോ? നമ്മൾ ഇപ്പോൾ ഒരു വിഷയത്തിൽ ഇറങ്ങുമ്പോൾ ഇപ്പോൾ നമ്മളെ കൊല്ലാൻ വേണ്ടി ഒരാൾ വരുന്നു, നമ്മളവിടെ ജീവൻ രക്ഷിക്കാനല്ലേ നോക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയെല്ലാം ചിന്തിക്കുള്ളൂ. ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ട ഒരാളൊരു വിഷയത്തിന് ഇറങ്ങുമ്പോൾ നമ്മളും ചിന്തിക്കുന്നത് എന്താ, നമ്മുടെ വിഷയമായിട്ട് ചിന്തിച്ചാണ് അതിലിറങ്ങണേ. ഇപ്പോൾ താങ്കൾ വന്നിട്ട് എന്നോട് പറഞ്ഞാണ് എന്നതേ അവിടെ ഞാൻ എൻ്റെ ഭാര്യയും കൂടി പോകുമ്പോൾ ഒരു വിഷയം ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മളത് കേസാവോ അല്ലെങ്കിൽ പോലീസാവോ മറ്റേ ജയിലിൽ പോകുന്നുള്ള ചിന്തിക്കണേ. എൻ്റെ സുഹൃത്തും ഭാര്യയും കൂടി പോയപ്പോൾ ഒരു വിഷയം ഉണ്ടായി, നമ്മളത് ചെന്ന് ഇടപെടുന്നു. അതിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. പിന്നെ നീതിപീഠത്തിലൊക്കെ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അവർക്ക് പോലും നീതി ഉറപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നാണോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമുക്ക് നീതിപീഠത്തിന് അല്ലെങ്കിൽ പോലീസിനെ കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ? അല്ല, ഇപ്പം എന്നെ പോലുള്ള ഒരാൾ എനിക്കൊരു അപകടം പറ്റുന്നു, അപ്പം ഞാൻ അങ്ങേയടുത്ത് ആണ് യഥാർത്ഥത്തിൽ എന്താണ് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ ഒരു ആവശ്യത്തിനായിട്ട് വരുന്നത്. യഥാർത്ഥത്തിൽ ഞാനത് ചെയ്യേണ്ടത്, എനിക്ക് നീതിപീഠത്തോട് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പോകേണ്ടത് പോലീസ് സ്റ്റേഷനിലോ മറ്റു സ്ഥലങ്ങളിലോ ആണ്. പക്ഷെ അവിടെ പോയാൽ എനിക്ക് കൃത്യമായ സംരക്ഷണം ലഭിക്കില്ല എന്ന തോന്നലിൻ്റെ കാരണമായിരിക്കുമല്ലോ പലരും വരുന്നുണ്ടാവുക. ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾ കേരളത്തിലെ കാര്യം ചോദിക്കണോ പുറത്തെ കാര്യമാണോ? കേരളത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഇടപെടാറില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടപെട്ട ഈ മറ്റേ ഇവിടുത്തെ പോലീസ് സംവിധാനം പവർഫുള്ളാണ്. ഇപ്പോൾ ഒരു പക്ഷേ പോലീസിനടുത്ത് ഇവർ ചെല്ലുമ്പോൾ ഇതിന് സമയം വൈകുമായിരിക്കാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ചെല്ലുന്നത് ചിലപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ വിഷയമായിരിക്കും. നിങ്ങളൊരു വീട് വാങ്ങിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ നിന്ന് ഒരു 5 ലക്ഷം രൂപ വാങ്ങിച്ച്, അത് ചീറ്റിംഗ് കേസാണ്. അതിന് പോലീസ് എന്ത് ചെയ്യാൻ പറ്റും? കേസെടുത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിവിൽ കേസ് വന്നു, അത് കോടതി പോയല്ലേ തീരാൻ പറ്റുള്ളൂ. പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? പോലീസ് ഇപ്പോൾ ഒരു ഇൻസ്പെക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ കമ്മീഷണർ ആയിക്കോട്ടെ, നിങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞാണ്, 2 ടീമിനെ വിളിച്ചിട്ട് പറഞ്ഞാണ് അവൻ്റെ പൈസ അങ്ങ് തിരിച്ചു കൊടുത്തേക്കട്ടാ അല്ലെങ്കിൽ വിഷയം ഓടാന്ന് പറഞ്ഞാൽ നാളെ അവൻ കോടതി പോയി എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ പോലീസുകാർക്ക് പവർഫുൾ ആയിട്ട് ഇടപെടാൻ പറ്റില്ല. ഇടപെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വേറൊരാളുടെ ആവശ്യമില്ല ഈ സിറ്റിയിൽ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിനും പറഞ്ഞിട്ട് ഇവിടെ നടക്കുന്ന ലോക്കൽ കുറെ ആൾക്കാർ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാന്നും പറഞ്ഞ് നടന്ന് കുറെ പൈസയും വാങ്ങിച്ച് ഇവരെ വീണ്ടും പറ്റിക്കണ സംഭവങ്ങൾ ഒരുപാട് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എൻ്റെ സ്വന്തം അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവരുടെ വിഷയങ്ങളല്ലാണ്ട് മറ്റുള്ളവരുടെ വിഷയങ്ങൾ ഞാൻ മാക്സിമം ഇടപെടാറില്ല ഇവിടെ. കാരണം ഇവിടെ ഒരു വാർത്ത കേൾക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇത് കാരണം ഇന്നത്തെ കാലത്ത് ചാനലുകാർക്കാണെങ്കിലും ബൈക്കിൽ മറ്റേ ഓവർ സ്പീഡിൽ പോയി 2-3 ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പോലും ചാനലിൽ വന്ന സമയമാണ്. അപ്പോൾ ഒരു ഒരു ഗ്യാങ്സ്റ്റർ അല്ലെങ്കിൽ ഗുണ്ടാ നേതാവ് ഇന്നാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതൊരു വാർത്തയാണ്. ഞാൻ ഇതിനകത്ത് ബുദ്ധിമുട്ടാണ്. പുറത്തിന് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ എല്ലാം നടക്കും. മനസ്സിലാണ്ട? അതായത് ഇപ്പോൾ അവിടുത്തെ ഒരു പോലീസ് സംവിധാനത്തെ കൊണ്ട് നടക്കാത്തൊരു കാര്യമാണെങ്കിൽ അവിടുത്തെ അന്യ സംസ്ഥാനങ്ങളിൽ അവിടെ തീർച്ചയായിട്ടും നടക്കും, ഒരു സംശയവും വേണ്ട. കേരളത്തിൽ നടക്കില്ല. കേരളത്തിൽ ഇതാണ് വിഷയം, പറഞ്ഞതാണ് വിഷയം. കാരണം ഇവിടെ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഇവിടെ മീഡിയ ഭയങ്കര സ്ട്രോങ് ആണ്. മറ്റുള്ള സംസ്ഥാനങ്ങൾ അതില്ല.
ഇവിടെ എല്ലാം ഇവിടെ സ്ട്രോങ് ആണ്, എല്ലാവർക്കും ഇവിടെ സ്വാതന്ത്ര്യം കൂടുതലാണ് കേരളത്തിൽ. ഇപ്പോൾ ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇപ്പോഴും ആൾക്കാർ പറഞ്ഞത് ഒരു വിഷയം ഉണ്ടാകും പറയുമ്പോൾ യു.പിയിൽ നോക്ക്, മറ്റേ ഇവിടെ നോക്കുന്നതാണ്. എന്ത് നോക്കാൻ, അവിടെ പോയി ജീവിക്കുമ്പോൾ അറിയാം. എനിക്ക് കേരളത്തിലേക്കാളും കൂടുതൽ കേസുകളുള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങളിലാണ്, എനിക്ക് കണക്ഷൻസ് കൂടുതലുള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങളിലാണ്. അപ്പൊ കേരളം പാടെ ഉപേക്ഷിച്ചു. കേരളത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ ഇന്നത്തെ കാലത്ത് എനിക്ക് ഒരു കാര്യവും ചെയ്യണ്ട, എനിക്ക് വെറുതെ ഇരുന്ന് ജീവിക്കാം. പക്ഷെ എന്നാൽ കൂടി ഞാൻ പറഞ്ഞ എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്? കേരളത്തിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ? ഒരു വിഷയത്തിൽ ഇടപെടാൻ പറ്റുമോ? ഇപ്പൊ സ്വന്തമായിട്ട് ഒരുത്തന്നെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതും വാർത്തയാണ്. ഇതൊന്നും പേടിച്ചിട്ടല്ല കേട്ടോ, ഇതൊന്നും എനിക്കൊരു പേടിയില്ല. നമ്മളൊരു കാര്യത്തിൽ ഇടപെടാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു പേടിയൊന്നുമില്ല. അത് ഏതോ വന്നാലും ഞാൻ പ്രതികരിക്കും, അതിനൊന്നും പേടിയൊന്നും എനിക്കില്ല. പക്ഷെ അനാവശ്യമായിട്ട് നമ്മളൊരു ഇതിൽ പോയി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, അത്രേ ഉള്ളൂ. ഒരു ശ്രദ്ധ, അല്ലാണ്ട് വേറെ ഒരാളെയും പേടിച്ചിട്ടല്ല. അങ്ങനത്തെ വിഷയങ്ങൾ എൻ്റെ കയ്യിലേക്ക് വരാറുമില്ല, ഞങ്ങൾ അതിൽ ഇടപെടാറുമില്ല. ഇപ്പൊ എനിക്കോ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവർക്കോ ഒരു വിഷയം വന്നാലല്ലേ നമുക്കത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മറ്റുള്ള ആൾക്കാരെ ഒരുപാട് വിഷയങ്ങളുണ്ടാവും, അതൊന്നും ഞാൻ പോയി പരിഹരിക്കാനായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ നീതിപീഠമൊന്നുമല്ലല്ലോ. അതിനിവിടെ സംവിധാനങ്ങളുണ്ട്, അവർ നോക്കട്ടെ എന്നുള്ളതേ ഉള്ളൂ. അതായത് ഇവിടെ എന്ത് ചെയ്താലും നമുക്ക് 5 പൈസ സമ്പാദിക്കാൻ പറ്റില്ല. പിന്നെ ഈ പോലീസുകാരെ ഇടികൊള്ളാനും ചീത്തവിളി കേൾക്കാനും ഈ ജയിലിൽ പോയി ഈ ഊള ഫുഡും കഴിക്കാനായിട്ട് എന്തിനാണ്? ലാഭീഷായിട്ട് നമുക്ക് പുറത്ത് ഈ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്ത് എന്തൊക്കെ ചെയ്യാം, ഒരു വിഷയമില്ല. ഞാൻ തുറന്നു പറഞ്ഞാണ്, എനിക്കതിൽ പേടിയില്ല. കേരളത്തിൽ അപ്പം ബിസിനസ് ഇല്ല? ഇല്ല. അപ്പം ജസ്റ്റ് ഫാമിലിയെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേരളത്തിൽ വരാറ്. ഞാൻ കേസുകൾക്കും വീട്ടുകാരെ കാണാനും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളോ. 2 പേരുണ്ട്. എന്ത് ചെയ്യുന്നവര്? മോൻ +2 പഠിക്കണ്, മോള് 6 വയസ്സായുള്ളൂ, ഇപ്പൊ സ്കൂളിൽ ചേർത്തു. ഈ 2 പേരാണ് എൻ്റെ ലോകം. അങ്ങനെ പോണു. അപ്പം ഈ മക്കളെയൊക്കെ കാര്യം ഓർത്തിട്ട് എന്തെങ്കിലും ഇപ്പം പേടി, ഇപ്പം എനിക്ക് ഇത്തരം ഒരു പൂർവ്വകാലം ഉണ്ടായിരുന്നു, അപ്പം മക്കളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തും, ഇത്തരത്തിലുള്ള ഭയവും കാര്യങ്ങളൊന്നും പിടികൂടാറില്ല? അങ്ങനെയൊന്നുമില്ല. അവര് കേരളത്തിലേ ജീവിക്കണേ. ഞാനൊരു ഇത് പറയാ, അതായത് എനിക്കത് കേട്ടിട്ട് ചിരി തന്നെ. കാരണം കാട്ടില് രാജാവില്ലെങ്കിൽ പല നീലക്കുറക്കന്മാരും കിടന്നിങ്ങനെ ഓടിയിട്ടുകൊണ്ടിരിക്കും. അത് രാജാവ് അന്നവരേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർന്നില്ലേ. അങ്ങനെ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് ഇത്. അതിനുള്ള ധൈര്യമുള്ള ആൾക്കാരുണ്ടോ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ? എനിക്ക് തോന്നാനുള്ള. അങ്ങയുടെ മക്കളെ തൊടാൻ ധൈര്യമുള്ള ആരുമില്ല. എന്റെ മക്കളല്ല, എന്റെ കൂടത്തിലുള്ള ഒരുത്തിനെ കാണിച്ചു നോക്ക്. അങ്ങനെയുള്ളതൊന്നും ഞാൻ പോണില്ല. അതൊക്കെ നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ കാര്യങ്ങളാണ്. ഏതാൾക്കും പ്രതികരിക്കാം, എല്ലാവരും ധൈര്യമുള്ള ആൾക്കാരാണ്. ആർക്കും വേണം ആരെയും കൊല്ലാം, ആരെയും വെട്ട, ആരെയും ഇടിക്കുക, അല്ലെന്നോ സ്വന്തം ധൈര്യമാണ്. അത് ഇപ്പൊ ഒരാൾക്ക് ധൈര്യം കൂടി എന്നും പറഞ്ഞാൽ അവൻ വലിയ ആളാണെന്നാണല്ലോ. ഇപ്പൊ എനിക്ക് ഭയങ്കര ധൈര്യം കൂടി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എനിക്കൊന്നും പേടിക്കാനില്ലെന്ന് പറഞ്ഞ് ഞാൻ അഹങ്കരിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഈ മുമ്പിലിരിക്കുന്ന താങ്കൾക്ക് എന്നെക്കാളും കൂടുതൽ ധൈര്യവും എന്നെക്കാളും കൂടുതൽ ചെയ്യാനുള്ള കഴിവുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഉണ്ട്, പല നിങ്ങളുടെ സ്വപ്നങ്ങൾ നിൽക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കാത്ത. എനിക്ക് ആ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയ ആളെ വീണ്ടും ഞാൻ സ്വപ്നങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കണേ. അപ്പോ ആ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് ഈ പറഞ്ഞ ആൾക്കാരും മറ്റേ അഹങ്കരിക്കേണ്ട ആളൊന്നുമില്ല, ഞാൻ അടക്കം. പിന്നെ ഫാമിലി അല്ലേ, അത് നമ്മൾ ടച്ച് ചെയ്യുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ട്, അത്രേ ഉള്ളൂ. ഈ ഫാമിലി തന്നെയാണ് ഇനി മുമ്പോട്ടും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ, അല്ലെങ്കിൽ ഒരു സ്വപ്നം എന്താണ് ജീവിതത്തിൽ ഇനി, അല്ലെങ്കിൽ മുമ്പോട്ട് നയിക്കുന്ന ഒരു പിന്തുണ എന്താണ്? എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് സ്വപ്നം. ദൈവവിശ്വാസിയാണോ? പിന്നെ വളരെ വളരെ ദൈവവിശ്വാസിയാണ് ഞാൻ. എൻ്റെ തീരുമാനങ്ങളിൽ വിശ്വസിച്ച് അതിനെ മുമ്പോട്ട് പോകണമല്ലോ. കാരണം വേറൊന്നുമല്ല, നമുക്കൊരു സിറ്റുവേഷൻ വന്ന് നമ്മളെടുക്കുന്ന തീരുമാനമാണ്, അത് നമ്മൾ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. സ്വന്തമായിട്ട് ഒരാളോട് അഭിപ്രായം ചോദിക്കണ്ട. ആരുടെ അഭിപ്രായം ചോദിച്ചോ, 100 പേരോട് ചോദിച്ചോ, പക്ഷെ തീരുമാനം എപ്പോഴും നമ്മുടെ ആയിരിക്കണം. കാരണം അത് നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിൽ അനുഭവിക്കാൻ പോകണം ഞാനാണ്, അല്ലെ നമ്മളായിരിക്കും. അപ്പോൾ നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ടാവും. ഞാൻ എടുത്ത തീരുമാനം കൊണ്ടല്ലേ, ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടല്ലേ ഇപ്പൊ അനുഭവിക്കണേ. അപ്പൊ നമുക്കത് ഉൾക്കൊണ്ട് നമുക്കത് സഹിക്കാൻ പറ്റും. മറ്റേന്ന് പറയുമ്പോൾ അടുത്തവന്റെ വാക്കിട്ട് നമ്മളിൽ പോയി പെട്ടെന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന് അത് എന്തായാലും ഫേസ് ചെയ്യാൻ തയ്യാറായ വ്യക്തിയാണ്. ഇപ്പൊ ഞാൻ ചോദിക്കണേ, കൂടുതൽ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റണേ? ഒരു വിഷയം വന്നാൽ എന്താ ചെയ്യാൻ പറ്റണേ? ജയിലിലേക്ക് എടുത്തിടും, അല്ലാതെ എന്താ ചെയ്യണേ? അതുകൊണ്ട് ഇവിടുത്തെ ഗുണ്ടായസം തീരുമോ? ഇപ്പൊ ഒരാളെ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടു, കേസെടുത്ത് ജയിലിലേക്ക് കൊണ്ടുപോയിട്ട് പത്രക്കാരിക്കും മറ്റുള്ള പബ്ലിക്കിനൊക്കെ അത് മതി. അതുകൊണ്ട് ആ ഗുണ്ട അവസാനിക്കുന്നുണ്ടോ? ഇല്ല. ജയിലിൽ പോയ ഒരുത്തൻ ഒരിക്കലും നന്നാവില്ല. ജയിലിട്ടെന്ന്
അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു 2000 തൊട്ട് ഞാൻ ഈ ഫീൽഡിലെന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര വർഷം ജയിലിൽ കയറി ഉണ്ടാവും? അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റം നന്നാണെങ്കിൽ ഞാൻ നന്നായിട്ട് ജീവിക്കണ്ടേ? അല്ലെങ്കിൽ ഇവിടെ എന്തോരം ആൾക്കാരുണ്ട്, അവരൊക്കെ നന്നായി പോണ്ടേ? ഞാൻ കുറ്റം പറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ വലിയ ആളെന്ന് പറഞ്ഞല്ല, ഇവിടുത്തെ അവസ്ഥ പറഞ്ഞാണ്. സിസ്റ്റം നന്നാക്കുന്നില്ല എന്നാണ് പറയുന്നത്. സിസ്റ്റം നന്നാക്കിയിട്ട് എവിടെ നന്നായിട്ടുള്ളത്? ഏത് സംസ്ഥാനം നന്നായിട്ടുള്ളത്? അല്ലെങ്കിൽ ഏത് രാജ്യത്ത് നന്നായിട്ടുള്ളത്? ഈ പുറം രാജ്യങ്ങളിൽ തലയും കഴുത്തും വെട്ടണ ഇതുണ്ട്, എന്നിട്ട് ഇപ്പൊ നടക്കണല്ലേ? അപ്പോ ഇതിന് ശരിക്കും പറഞ്ഞ അതിനെപ്പറ്റി ആലോചിച്ച് ചെയ്യേണ്ട ആൾക്കാരൊക്കെ ചെയ്യട്ടെ. ഞാൻ അതിനെപ്പറ്റി പോഞ്ഞിട്ട് എന്തിനാ അത്രയും നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ച് വരുമ്പോ അതിലേക്ക് പല വ്യക്തികൾ വരും, പല കാര്യങ്ങൾ വരും. പിന്നെ അതിനെപ്പറ്റി നമ്മൾ അവരെ കുറ്റം പറയും. ഇവര് എന്തിനാ? അതൊന്നും വേണ്ട, ചെയ്യുന്നവര് ചെയ്യട്ടെ. എനിക്കിപ്പോ ഞാൻ പോണ വഴി നല്ലതാണ്, ഞാൻ അത് നോക്കിയാൽ പോരെ. ഈ കാലത്ത് ഇവിടെ കേരളത്തിൽ അങ്ങനെ ജീവിക്കാനേ പറ്റുള്ളൂ, വേറൊന്നും പറ്റൂല.